അല്ല, ഇതാരും കംപ്ലൈന്റ് ഒന്നും കൊടുക്കില്ലേ? എന്തിനാ? അവന്മാർക്ക് തീർക്കാനുള്ള പ്രശ്നം അവന്മാര് തന്നെ തീർത്തോളും. കംപ്ലൈന്റ് കൊടുക്കാൻ? അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നാണോ നീ പറയുന്നേ? അയാൾ എങ്ങനെ ചത്തുപോയി എന്തോ ചെയ്യും? അല്ല, ഒരാളെ തല്ലാനുള്ള ലൈസൻസ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ, ഇമാതിരി ചെറ്റത്തരം കാണിക്കാനായിട്ട് കോളേജിലേക്ക് വരരുതെന്ന്. ഇനി ഇതുപോലെ എങ്ങാനും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ എഴുത കത്തിച്ചോളെ പറഞ്ഞേക്കാം. ആ, നീ എത്തിയോ? ആന്റി, ഇന്ന് ആന്റിയുടെ വക എന്താണ് സ്പെഷ്യല്? ഇന്ന് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. കുറച്ച് നിനക്കെടുക്കട്ടെ? അതാണ് ഇവന്റെ വീട്ടിൽ വന്ന എന്തെങ്കിലും സ്പെഷ്യൽ കാണും, അത് ഉറപ്പാ. ഇന്ന് എന്താണ് പതിവില്ലാതെ പായസം ഉണ്ടാക്കൽ? എന്തി ഭർത്ത് ഇന്ന് കുറച്ച് റൊമാൻറ്റിക് ആയോ? ഒന്ന് പോടാ. ഏതു മോനെ, നീ ഇരിക്കേ, ഞാൻ നിനക്കെടുത്തിട്ട് വരാം. അവന് വേണ്ടേ? വേണ്ട. എനിക്ക് പായസം ഒന്നും വേണ്ട. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അമ്മ ചെന്ന് ചോറ് എടുത്തിട്ട് വന്നേ. നീ ആദ്യം ചെന്ന് കുളിച്ചിട്ട് വന്നേ. എടാ മോനെ, ഇന്ന് കോളേജിൽ വെച്ച് വല്ല പ്രശ്നം ഉണ്ടായോ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? നിന്റെ അച്ഛനെ കോളേജിലെ പ്രിൻസിപ്പാൾ വിളിച്ചിരുന്നു. എന്തോ നീ ആരോടോ അടിയുണ്ടാക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. ഉള്ളതാണോ? ഓ വന്നു. നിന്നെയൊക്കെ കോളേജ് വിടുന്നത് കണ്ണി കാണുന്നിടത്ത് അടിയുണ്ടാക്കാനല്ല. എന്റെ തൊലി ഒഴിഞ്ഞു പോയി കേട്ടോ. ആ പ്രിൻസിപ്പൽ ഞങ്ങളുടെ ക്ലയന്റും കൂടിയാ. ഞാൻ ഇയാളുടെ മുഖത്തിന് എങ്ങനെ നോക്കും? നിന്റെ തോന്നിവാസം കാണിക്കാനാണെങ്കിൽ നീ കോളേജിൽ പോകേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ തരുന്നത് ഏച്ചിയെ പോലെ തിന്നാനല്ലേ നിനക്കൊക്കെ അറിയൂ. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? അവൻ നമ്മുടെ കുട്ടിയല്ലേ. മോനെ ധ്രുവ, നിക്ക്. അതെ, ഇതൊന്നും പതിവാക്കണ്ട കേട്ടോ. നിന്റെ അപ്പൻ ആരാണെങ്കിൽ അത് മതി. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. അവൻ ഇവിടെ ഇത്ര ഫ്രീഡായിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റും. അവിടെ ഇരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെയാ. നീ മിണ്ടരുത്. നിനക്കുള്ളത് ഞാൻ ഇവൻ പോയിട്ട് തന്നോളാം. തൊള്ള സമ്മതിക്കൂല. എന്റെ മാതാശ്രീ, ഞങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, അതാണ് സത്യം. നീ ഒന്നും പറയണ്ട. നിന്റെ അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, ബാക്കി നിനക്ക് അപ്പ ശരിയാക്കി തരാം. ഓ പിന്നെ, അങ്ങേര് വന്നിട്ട് ഒരു ഗുണമൊന്നുമില്ല. ഡാ, നീ ആരെ പറ്റി പറയുന്ന വല്ല ബോധമുണ്ടോ? അങ്ങേര് അവിടെ ചോര നീരാക്കി പണിയെടുക്കുമ്പോ നീ അങ്ങനെ പറ്റി കുറ്റം പറയാ? ഓഹ, അപ്പൊ നീ സമയം കൊണ്ട് വല്ല പെണ്ണിനെ വളച്ചെടുത്ത് നടക്കണുണ്ടായിരിക്കും. ഡാ, നിന്റെ വായിക്ക് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ. വീട്ടിലെ പിന്നാമ്പുറത്ത് ചൂലിരിക്കുക. എടുത്തൊരു ഹൂക്ക് ഞാൻ തരും, പറഞ്ഞേക്കാം. സുഭാഷ്, അപ്പൊ ശരി എന്നാ. മോനെ ധ്രുവ, ഇവൻ എന്റെ മോനായിട്ട് പറയുന്നല്ല, മഹാതരികടയാ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങൾ എന്തിനാ ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയേ? എന്റെ അമ്മ, ഇത് അവന്മാരുണ്ടാക്കിയ പ്രശ്നമാണ്. ആ മാധവന് പണ്ടേ ഒരു ഇളക്കം കൂടുതല. ഗേൾസ് ഹോസ്റ്റലിൽ ചെന്ന് ഒരുമാതിരി അലമ്പ് കാണിച്ച ചുമ്മാ ഇരിക്കുന്നു. അത് മാത്രമല്ല ആന്റി, അവനൊരു പെണ്ണിനെ കയറി പിടിക്കാൻ നോക്കി. അതും കേട്ടിട്ട് വെറുതെ ഇരുന്ന അത് മോശമല്ലേ? നിങ്ങൾ ചെയ്തത് ശരി തന്നെയാ. അതിനെപ്പോഴും അടിയൊരു പരിഹാരമാണെന്ന് മാത്രം രണ്ടുപേരും ചിന്തിക്കണ്ട. പിന്നെ ധ്രുവ, മോനെ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് നല്ലതുപോലെ അറിയാലോ. അതുകൊണ്ട് എപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നല്ലതല്ല കേട്ടോ. എന്നാലും ആരാർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവാ? ആരായിരുന്നാലും ഞാൻ വഴിയെ കാണുന്നുണ്ടാവില്ല. എന്തു, നീ ക്ലാസ്സിലേക്ക് പോയിക്കോ.
എനിക്ക് ഫോം ഒന്ന് ഓഫീസിൽ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഒന്ന് നിന്നേ. ഇന്നെന്താ നിന്റെ കൂടെ നിന്റെ വാലില്ലേ? അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ഇന്നലെ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് കൊടുത്ത നീയാണോ? അതോ നിന്റെ കൂടെയുള്ള ആളോ? ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഈ കോളേജിൽ പലതും നടക്കും. അതൊക്കെ ഏറ്റെടുക്കാൻ നിന്നാ നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും തലവേദനയാവും. കോളേജിൽ ചിലപ്പോ ഒരാളെ തല്ലിയെന്നും വരും, ചിലപ്പോ ആരെങ്കിലും കൊന്നെന്നും വരും. അതൊക്കെ ചെന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞ് വെറുതെ പുലിവാലക്കരുത്. പുതിയ പിള്ളേരായണ്ട മിണ്ടാതിരിക്കുന്ന. ഇനി എങ്ങാനും ഇതുപോലെ സീൻ ഉണ്ടാക്കിയ പിന്നെ ജൂനിയേഴ്സ് ആണെന്ന പരിഗണനയൊക്കെ ഞാൻ അങ്ങ് മറക്കും. പൊക്കോ, ഞാൻ പറഞ്ഞത് ഓർത്തിരുന്നാ മതി. താനും തന്റെ കൂടെയുള്ള ആളും. നിന്നെ നല്ല വഴക്ക് പറഞ്ഞോ? അയാൾക്ക് അല്ലെങ്കിലും കുറച്ച് ഷോ ഓഫ് കൂടുതലാ. ഞാൻ അപ്പോഴേ പറഞ്ഞ എന്നോട് കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. ഇതിപ്പോ നമ്മുടെ പോലും അല്ല കംപ്ലൈന്റ് കൊടുത്തത്, എന്നിട്ടും അത് നമ്മുടെ തലയിലായി. നീ എപ്പോഴും ഇത് തന്നെയാ പറയാറ്. എന്താ അവിടെ രണ്ടുപേർക്കൊരു സംസാരം? ഉഴപ്പി തുടങ്ങിയോ? ഏയ് ഇല്ല സാർ. അത് പിന്നെ സാർ, ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. ക്ലാസ് കഴിഞ്ഞ് സാറിനോട് ഒന്ന് പറയാം. ഓക്കെ, എന്തായാലും ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കും. നീ ടെൻഷൻ ആവണ്ട, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അതാണ് കാര്യം. അതെ സാർ, ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. വഴിയൊക്കെ ഉണ്ട്. ആ സീനിയറിന്റെ പേരെന്താ? ധ്രുവ, അതാണ് പേര്. ധ്രുവയോ? അവനോ? സാറിന് അയാളെ അറിയോ? അറിയോന്നോ? അറിയോ എന്നല്ല ചോദിക്കേണ്ടത്. അവൻ നിന്റെ ആരായിട്ട് വരുമെന്നാണ് ചോദിക്കാൻ. സാറിന്റെ ഒരു സുപ്രഭാതത്തിൽ അവൻ എന്റെ കസിൻ ആയിപ്പോയി. സാറിന് അയാളെ പോലൊരു കസിനോ? ഹാ, സംഭവിച്ചു പോയി. എന്തായാലും ഇതിനുള്ള പരിഹാരം ഞാൻ ചെയ്തു തരാം. എടാ, നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തില്ലേ? അതാ മാധവന്റെ കൂടെയുള്ള പയ്യന്മാരാ. അവരോ? അതെങ്ങനെ നിനക്കറിയാം? നമ്മുടെ കോളേജ് സ്റ്റാഫില്ലേ ആന്റണി, അയാളാ പറഞ്ഞേ. അയാളെ നമുക്ക് വിശ്വസിക്കാം. ഞാൻ കരുതി നിങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കുന്ന. ഇതിപ്പം 3 പേർക്കും പുലിവാലായി. ഓ പിന്നെ, പറഞ്ഞ കേൾക്കുന്ന ടീംസ് ആണല്ലോ മാധവിന്റെ. അത് ശരിയാ, ആമാർക്ക് 2 പൊട്ടിച്ചാലേ നന്നാവും. ആ, അമരെ നന്നാക്കി പണി വാങ്ങി കൂട്ടിയ ടീംസാ നിങ്ങള്. അല്ല, നീ എന്താ മിണ്ടാതിരിക്കുന്നെ? നിനക്ക് ഉറപ്പാണോ മാധവിന്റെ ഫ്രണ്ട്സാ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തേന്നും? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്തോന്ന്? അല്ല, ഞാൻ കരുതി നമ്മുടെ ആ 2 ജൂനിയേഴ്സ് ഇല്ലേ? ഏത്? ഇന്നലെ ഇതിനുമായി പ്രശ്നം ഉണ്ടായ പിള്ളേരോ? ആ, ഞാൻ കരുതി അവരായിരിക്കും ഒന്ന് കംപ്ലൈന്റ് കൊടുത്ത്. അതും വിചാരിച്ച് 2 പറഞ്ഞും പോയി. എടാ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞത് ഇവനെയും കൊണ്ട് ഒരു പരിപാടിക്കും പോലെന്ന്. നിനക്കെന്നെ ജീവനോട് കാണണ്ടേടാ. അതിന് ഞാൻ കരുതി അവരായിരിക്കില്ല എന്ന്. ആർക്കായാലും ഒരു തെറ്റ് പറ്റും. തെറ്റും ശരിയൊക്കെ മാറ്റി വെച്ചോ. ദേവ് സാറും കൂടെ ആ പിള്ളേരും വരുന്നുണ്ട്. അത് നിന്നെ തേടിയുള്ള വരവാ, നിന്നെ മാത്രം തേടിയുള്ള വരവ്. ഞാനിതിൽ ഇടപെടൂലേ? എനിക്കിന്ന് വയ്യ അടുത്ത പണി വെച്ച് കൂട്ടെ. നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? ഉണ്ട് ദേവേട്ടാ, ഞങ്ങള് വെറുതെ ചുമ്മാ. ഇപ്പൊ പോവും. അവളെ നോട്ടം കണ്ടു എന്നെ കൈ കിട്ടി അവള് തുണ്ടാക്കും, ഉറപ്പാ. ഞാൻ വന്ന എന്തിനാന്ന് ചിലർക്കൊക്കെ മനസ്സിലായി കാണും. അത് നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞ. ധ്രുവ, നീ ഈ കൊച്ചിനോട് ഇത്ര ദേഷ്യപ്പെടാൻ ആ കൊച്ചു നിന്നെ വല്ലതും ചെയ്തോ? ആ,
പറ്റിപ്പോയി. ഒരു വഴക്കല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഇത്ര ഷോ ഓഫ് ഒന്നും വേണ്ട. ധ്രുവ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി ലോക്കൽ പരിപാടിയൊന്നും കാണിക്കരുതെന്ന്. ഇയാള് മാത്രമല്ല സാർ, ദേ അയക്കും കുറച്ച് വായ കൂടുതലാ. എന്നെ പൊന്നൂടി, ഞാനതിന് നിരപരാധിയാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. കുട്ടി പറയൂ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇല്ല, ദേ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന്. മിണ്ടാതിരിക്കണം സാർ, ഇവൻ അറിഞ്ഞില്ല. പിന്നെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തില് പറഞ്ഞതേ ഉള്ളൂ. കുട്ടിക്ക് വിഷമായെങ്കിൽ ഇവൻ സോറി പറഞ്ഞു. സോറി പറയണമെന്നല്ല, പറയണം. ഒരു തെറ്റ് ചെയ്ത എന്റെ ഇന്ദുവിനോട് ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ? ഇന്ദു, അപ്പൊ അതാണ് പേര്. പേരും കൊള്ളാം, ആളും കൊള്ളാം. അതേ കുട്ടി പറയട്ടെ അയാൾക്ക് സോറി വേണമെന്ന്. എങ്കിൽ ഞാൻ പറയാം, ഇവൻ ഇത് കൊളാക്കും. അതിന് ഇന്ദു പറയണമെന്നൊന്നുമില്ല, താൻ അങ്ങോട്ട് പറഞ്ഞാ മതി. ധ്രുവ, നീ ഇതൊരു ഇഷ്യൂ ആക്കണ്ട. ഒരു സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമാണെ തീരട്ടെ. ആദ്യം അയാൾ പറയട്ടെ, എങ്കിൽ ഞാൻ പറയാം. ഇതിനെ അങ്ങനെ വിടുന്ന പ്രശ്നമല്ല മോളെ. ധ്രുവാരാന്ന് കാണിച്ചു തരാം. ദേവേട്ടാ, ഇവന് വേണ്ടി ഞാൻ സോറി പറയാം. തൽക്കാലം ഇതൊരു ഇഷ്യൂ ആക്കണ്ട. ദേ കുട്ടി, സോറി, ഈ കുട്ടിയല്ല ആ കുട്ടി. ഞാൻ അവന് വേണ്ടി സോറി പറയാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല. താനും പശക, തന്റെ കൂടെയുള്ള ആളും പശക, രണ്ടും കണക്കാ. അയ്യോ കുട്ടി, ഞാൻ അത്രക്കാരൻ നെയ്യേ. ധ്രുവ, ഇമാതിരി പ്രശ്നം ഇനി ഉണ്ടായ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു വരവ് വരും. എന്തോരം ക്ലാസ്സിലോട്ട് പൊക്കോ. ഇവർക്ക് എങ്ങനെയാ പറ്റുന്ന? ആർക്ക്? എനിക്കോ? അസൂയയോ? മോളെ, ഇത് ജാൻവിയ. എനിക്ക് ഈ കാര്യത്തിൽ അസൂയ വരത്തില്ല. അങ്ങോട്ട് നോക്കിയേ, തൊട്ടും പിടിച്ചും. ഇവർക്ക് നാണമൊന്നുമില്ലേ? അയ്യേ, എനിക്കൊന്നും വേണ്ട. ഓർക്കുമ്പോ തന്നെ എന്തോ പോലെ. ഇവിടെ എനിക്ക് എന്നെ നോക്കാൻ സമയമില്ല. അപ്പോഴാ പ്രേമം. നീ ചിരിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ളതാ പറഞ്ഞ. എന്തോ നിന്നെ മൈഥിലി മിസ് അന്വേഷിക്കുന്നുണ്ട്, വേഗം ചെന്നേക്ക്. ആ മോളെ, എന്തോ മറ്റേ കോളേജ് ഹൗസിന്റെ മോള് പേര് കൊടുത്തിട്ടില്ലായിരുന്നോ? അതിന്റെ സെലക്ഷൻ ഇന്നാ. മോളങ്ങ് ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കോ, അവിടെ സീനിയേഴ്സ് ആണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ക്ലാസ് എടുക്കാണ്ട്, അതാ. സാരമില്ല മിസ്സേ, ഞങ്ങൾ പൊയ്ക്കോളാം. ആ, എങ്കിൽ ശരി എന്നാ. ഡേ, കോളേജിൽ ഫസ്റ്റ് ഫെസ്റ്റാ. എന്റെ കൊച്ചു സെലക്ട് ആവണം കേട്ടോ. ആ വാടോ, കറക്റ്റ് സമയത്താ വന്നേ. സെലക്ഷൻ വന്നതല്ലേ, താൻ റെഡിയാണേ കളിച്ചോ. എന്തോ സൂപ്പറായിട്ട് കളിക്കേ. ആ ധ്രുവ ഇതെവിടെ പോയതോ എന്തോ. അവന്റെ ചേസിന്റെ ഓർഡേഴ്സ് കൊടുത്ത. അവൻ ഇനി വന്നോളൂ. ആ കൊച്ചിനൊന്ന് നോക്കേ, എന്ത് ഭംഗിയായിട്ടാ കളിക്കണേ. എടാ, ഞാൻ ആ ചേഴ്സിന്റെ കുട്ടി സൂപ്പറായിട്ട് കളിച്ചല്ലോ. ഓ, അത്ര പോരാ, ഇതൊക്കെ ആർക്കും പറ്റുന്നതാ. ഒന്ന് ചുമ്മാ ആ കൊച്ചു സൂപ്പറായിട്ടാ കളിച്ചേ. നല്ലൊരു കലാവാസന ഇല്ലാത്ത ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, ഒന്ന് കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച
ഡാൻസ് എന്നാ ചിലവരുടെ വിചാരം. എങ്കിൽ താനൊന്ന് കളിച്ചു കാണിക്കേ. ഞാനോ? എന്തിനു ഞാൻ കളിക്കണം? അതിനെ കളിച്ചത് കൊള്ളില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അത്ര പോരെന്നേ ഉള്ളൂ. എങ്കിൽ താനൊന്ന് കളിച്ച് കാണിക്കേ. എന്താണ് ഇവിടെ ഒരു പ്രശ്നം? ഞാൻ കളിക്കില്ല. ദേ, എനിക്ക് വേണ്ടി ഇവൻ കളിച്ച് കാണിച്ചു തരും. എടാ, കൊച്ചിലെ ഒരു ആക്ഷൻ ഡാൻസ് കളിച്ചത് ഭാഗ്യം കൊണ്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേ. അതിനർത്ഥം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്നല്ലോ. ബെസ്റ്റ് ഡാൻസിന്റെ A to Z അറിയാത്ത ഇയാളെ കൊണ്ടാണോ ഡാൻസ് കളിപ്പിക്കുന്നത്? എടി നീ എന്നെ അങ്ങനെ വെച്ചാക്കല്ലേ. എനിക്ക് ABCD ഒക്കെ അറിയടി. ഞാൻ അതൊക്കെ പഠിച്ചിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. താനൊരു ചുക്കുമല്ല. തനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. അതങ്ങ് പറഞ്ഞാ മതി. കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. കുട്ടി ഇവര് പറയുന്ന കാര്യമാക്കണ്ട. ഇന്ന് ഇവനിങ്ങനെ പ്രാക്ടീസിന് വരണം കേട്ടോ. അവളെ നോട്ടം കണ്ടില്ലേ? ഞാനൊന്ന് വരട്ടി അവള് മുട്ടിലെഴയും. ആരാ വീട്ടിൽ എഴണേന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കേ. ആളവിടെ ഉണ്ടോ? എങ്ങനെയൊന്ന് സംസാരിക്കാം? എന്താ? അതാ എനിക്കും ചോദിക്കാനുള്ളേ. എന്താ? അത് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല. എന്താ ഇവിടെ ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ. കാറ്റ് കൊള്ളാനോ? ഇവിടെയോ? അത് പിന്നെ ശരം വിളിച്ചിട്ട് വന്നതാ. ആണോ? എന്നിട്ട് അവനെന്തേ? അത് പിന്നെ എന്നോട് പറഞ്ഞിട്ടാണോ അവൻ എവിടെയെങ്കിലും പോണേ? മോനെ, എന്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പിടിച്ചോളാം. ഒന്ന് പോടി. ഇനി ബ്രേക്ക് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇന്ദു സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ. ഇതിപ്പോ എങ്ങനെ ഒന്ന് പോവാ? അവളോട് എങ്ങനെ ഒന്ന് സംസാരിക്കാൻ? അതെ, അത് പിന്നെ തന്റെ ഡാൻസ് കൊള്ളായിരുന്നു. അപ്പോ ആ ടൈമിലൊരു ഫ്ലോയില് പറഞ്ഞതേ ഉള്ളൂ. എന്താ ദൈവമേ, എന്നാ ഭംഗിയാ കാണാൻ. ഇത് പറഞ്ഞെന്ന് വെച്ച് കയറി ആളാവനെന്ന് നോക്കണ്ട. ശരണേട്ടാ, ഇന്നെങ്കിലും കറക്റ്റ് 5:30 മുന്നേ എന്നെ വീട്ടിലെത്തിച്ചോണം. വീട്ടിൽ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് ഞാൻ ആരെങ്കിലും കൂടെ കറങ്ങാൻ പോകുന്നുണ്ടോന്ന്. ഒന്ന് വെച്ച് നോക്കുമ്പോ അത് നല്ലതല്ലേ? അതാകുമ്പോ എനിക്ക് വീട്ടിൽ ശ്രദ്ധിക്കാൻ എളുപ്പമായി. അയ്യടാ, മോനെ പോതി കൊള്ളാലോ. ഒന്ന് വണ്ടി എടുക്കും മനുഷ്യ. ശരണേട്ടാ, അതാ പിള്ളേരില്ലേ? ഡേ പിള്ളേരെ, നിങ്ങൾ പോയില്ലേ? ഇല്ല ചേച്ചി, ബസ് ഇതുവരെ കിട്ടിയില്ല. ആ ബെസ്റ്റ്. ഇത്രയും സമയമായില്ലേ? ഇരുട്ടാറായി. ഒരു മിനിറ്റ്. ഡാ ധ്രുവ, ഏതു ഒന്ന് നിന്നേ. എടാ, നീ ആ പിള്ളേരെ കൊണ്ടൊന്ന് വീട്ടിലാക്കിയേ. ആരെ? എടാ, മറ്റേ ഇന്ദു ജാൻവിയില്ലേ, അവരെ. ഇന്ദു എവിടെ? അല്ല, എന്നിട്ട് അവരെവിടെ? അവിടെ ഉണ്ട്, നീ വന്നേ. നില്ല ആ ബെഗില് പിടിച്ച കുരുപ്പം കാണത്തില്ലേ? എനിക്കൊന്നും വയ്യ അവളെ കൊണ്ടുപോവാൻ. ഒന്നതെ കാണുമ്പോ എന്നെ കടിച്ചു കയറി നിക്കുക. അപ്പോഴാ. എടാ, ഇത്രയും വൈകിയില്ലേ? ഇനിയിപ്പോ ബസ്സൊന്നും കിട്ടില്ല. പിന്നെ അത്ര സേഫും അല്ല. ഡേ പിള്ളേരെ, ഇവരെ കൂടെ പൊക്കോ. ഈ ഫോണിന്റെ കൂടെയോ? ചേച്ചി, ഞങ്ങൾ വല്ല ടാക്സി പിടിച്ച് പൊയ്ക്കോളാം. കണ്ടോ ഞങ്ങളാണ് കൊണ്ടുപോകണമെന്ന് കേട്ടപ്പോൾ ഈഗോയാ. അതുകൊണ്ടൊന്നുമല്ല, ഇയാൾ എങ്ങനെ വിശ്വസിക്കാനാ? അതുകൊണ്ടാ. അല്ലേ, നിന്നെ ചെയ്തിട്ട് എനിക്കെന്തോ കിട്ടാൻ? എനിക്ക് പറ്റി നീ എന്നെ വല്ലതും ചെയ്യുമെന്ന്? അയ്യേ, ചെയ്യാൻ പറ്റിയേനം തന്നെ. ദേ, തർക്കിക്കാതെ രണ്ടുപേരും പോവാൻ നോക്ക്. ഇനിയിപ്പോ പ്രോഗ്രാം കഴിയണവരെ ഇവര് കൊണ്ടാക്കിക്കോളൂ. ഇവിടെ ഞാൻ എന്റെ വണ്ടി കേട്ടത്തില്ല. വേണേ ദേ ആ കുട്ടീനെ കൊണ്ടുപോയിക്കളാം. എന്തേ കുട്ടി, പോരുന്നോ എന്റെ കൂടെ? അങ്ങനെ ഇപ്പൊ തന്നെ അവളെ കൊണ്ട് പോകണ്ട, എന്നെ കൊണ്ടുപോയാൽ മതി. ഇന്ദു, നീ ആ വണ്ടിയിലേക്ക് ഇറക്കോ. പിന്നെ ഇന്ദുന്റെ വീട് സെന്റ് തോമസ് ചർച്ചിന്റെ അവിടെ ആയിട്ടാ. അവിടെ ആക്കിയാതി അവളെ. എടാ, എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ ദേ ഇവളെന്നെ തട്ടിയെന്ന് വിചാരിച്ചാൽ മതി.
അപ്പൊ ഞങ്ങള് പോവാ. ശരണേട്ടാ, ലേറ്റായി, പോവാം. തന്നോട് ഇനി വണ്ടി എടുക്കാൻ പ്രത്യേകിച്ച് പറയണോ? ആ പോവാ. തന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? അത് ഒന്ന് പിടിച്ചൊക്കെ ഇരിക്കുന്നത് നല്ലതാ. അവസാനം വീണിട്ട് എന്നെ പറയല്ലേ. ഞാൻ പിടിച്ചു തന്നെ ഇരിക്കുന്നത്. ഒരു സേഫ്റ്റിക്ക് തനിക്ക് വേണേ എന്നെ പിടിച്ചിരുന്നോ? ഓ, തൽക്കാലം വേണ്ട. തന്റെ പൂതി ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായി. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാൽ മതി. എന്റെ വണ്ടി കയറിട്ട് എന്നോട് ഡയലോഗ് അടിക്കല് കേട്ടാ. ഞാൻ ചിലപ്പോ എന്റെ വണ്ടീനെ ഓട്ടിച്ചെന്നും വരും, ചിലപ്പോ അടുത്ത് ഉരുട്ടിന്നും വരും. ആയിക്കോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. താനിപ്പോ വണ്ടി ഓടിക്കാൻ നോക്ക്, കിടന്ന് വാചകം അടിക്കാതെ. തന്റെ പേര് ഹിന്ദു എന്നാണല്ലേ? താൻ സെന്റ് തോമസ് ചർച്ചിന്റെ എവിടെയാണ് താമസിക്കുന്നത്? ഇവക്ക് ഇനി എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അതെ, ഒന്ന് നിർത്തിയേ. എന്താ എന്തു പറ്റി? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും പറ്റിയില്ല. ഞാൻ ഇവിടെ നിന്ന് നടന്നു പൊയ്ക്കോളാം. എടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കൊണ്ടാക്കി തരാം. ഓ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് നടന്നു പൊയ്ക്കോളാം. ഇവിടെ വരെ ഒരു ഉപദ്രവം ഇല്ലാതെ കൊണ്ടാക്കിയതിന് താങ്ക്സ്. ഇവക്കാണോ ഭ്രാന്ത്, അത് എനിക്കാണോ ഭ്രാന്ത്? ആ മോളെ, ഇതേതാ പയ്യൻ? ഹായ് ആന്റി, ഞാൻ എന്തുന്റെ ഫ്രണ്ടാ. ആണോ? മോ കേറുന്നില്ലേ? ഇല്ല ആന്റി, ഞാൻ പിന്നെ ഒരു ദിവസം വന്നേക്കാം. മോളെ എന്തു? ആരായി പയ്യൻ? ഓ, അപ്പൊ ഇതാണോ പയ്യൻ? അല്ല, ഇന്നെന്താ പതിവില്ലാതെ കൊണ്ടാക്കിയൊക്കെ തന്നു? അല്ല, ജാൻവി മോൾ എന്തേ? ആ, എന്തായാലും മോള് ചെന്ന് കുളിച്ചിട്ട് വാ. അമ്മച്ചി ഫുഡ് എടുത്ത് വെച്ചേക്കാം. ഇത് കഴിഞ്ഞ് എനിക്ക് പള്ളിയിൽ പോകാനുള്ളതാ. നിങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? എന്റെ പ്രിയപ്പെട്ട മാതാശ്രീ, അവിടുത്തെ പുത്രനെ വിശക്കുന്നുണ്ട്. ദേ, അവിടെ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്, നീ എടുത്ത് കഴിച്ചോ. അല്ല, ഇവിടെ എന്താണ് പരിപാടി? നിനക്ക് കണ്ടുകൂടെ ഞാൻ ഇവിടെ പച്ചക്കറി മുറിക്കുന്നത്? അത് നാളത്തേക്കുണ്ടെന്നാ. ഇന്ന് എന്നെ തീർക്കോ? ഇന്നെന്താ വിശേഷം കോളേജില്? അല്ല, പ്രശ്നത്തിന് ഇന്നും ചെന്ന് പെട്ടോ? അമ്മയുടെ മോനല്ലേ ഞാൻ, അപ്പൊ പെടാതിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഒന്നാ എന്റെ അച്ഛൻ പറയാ ഞാൻ ആശലാക്കുന്നേന്ന്. ഓ സോറി എന്റെ മദർ. ഓവാ, ഭാവിയിൽ നിനക്കൊരു ഭാര്യ ഉണ്ടാകുമ്പോഴേ നിനക്ക് മനസ്സിലാവും. അമ്മയുടെ ഭാവി മരുമോളെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താ? മരുമോളോ? അതിനെ നീ പഠിച്ചോണ്ടിരിക്കുവല്ലേ? അപ്പോഴേക്കും കല്യാണക്കാരിയായോ? എന്നാലും അമ്മ ഒന്ന് പറ. നീ ആരെ കൊണ്ടാന്നാലും നമുക്ക് സന്തോഷേ ഉള്ളൂ. അല്ല, എന്താണ് പതിവില്ലാതെ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? എന്താ വല്ല ചുറ്റിക്കളി ഉണ്ടോ? അമ്മയൊന്നും ഉണ്ടായിരുന്നേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങാനും ചിലപ്പോ ഉണ്ടായിന്ന് വരാം. ആരടാ കൊച്ച്? അതൊന്നും പറയാതാട്ടില്ലമ്മ. പിന്നെ പുള്ളിയുടെ പേരെനിക്കറിയാം, ഹിന്ദു, എന്റെ ജൂനിയറാ. ആഹാ, നല്ല പേരാണല്ലോ. പേര് മാത്രമല്ലമ്മോ, ആള് കാണാനും നല്ല ഭംഗി. എന്റെ ദൈവമേ, അവളെ കണ്ട പിന്നെ ചുറ്റുകളൊന്നും കാണും. ആ ബെസ്റ്റ്. ഈ കാര്യം കൊച്ചിനറിയോ? അതില്ല, പക്ഷെ ഞാൻ പറയും, ദിവസം ഇങ്ങനെ കിടക്കല്ലേ.
ജല്ലല്ലേ റോസ് വാട്ടർ സ്മെല്ലല്ലേ മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ അല്ലേ അല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ പിന്നെ കിട്ടിയ ജമ്മല്ലേ ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ അല്ലേ അല്ലേ സറണ്ടറായി മനസ്സ് നിരന്തരം നീ തപസ് കുലുങ്ങലായി കൊലുസ് മൃദംഗമായി ഞാൻ അനുരാധ തലച്ചിങ്ങ പടച്ചതല്ലേ വല്ലിപ്പ ചിരിച്ചതല്ലേ